വലിയ ടൈലുകൾ വിരിക്കുന്നതിന് മുൻപ് ഫ്ലോറ് മോട്ടാർ സ്ക്രീഡിംഗ് ചെയ്ത് ലെവൽ ചെയ്ത് റെഡിയാക്കി വെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. അങ്ങനെ വെച്ച ഫ്ലോറ് ഒരു 7 days ക്യൂറിംഗ് പീരീഡിന് ശേഷമാണ് അതിലേക്ക് ടൈല് വിരിക്കുന്നത്. അങ്ങനെ ടൈല് വിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് 4x2 മുകളിൽ സൈസ് വരുന്ന വലിയ ടൈലുകളെ കുറിച്ചാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ മോട്ടാർ ഉപയോഗിച്ച് സ്ക്രീഡിങ് ചെയ്തിട്ടുള്ള ഫ്ലോറിലും അതേപോലെ തന്നെ ടൈലിലും നമ്മൾ ടൈൽ പേസ്റ്റ് അപ്ലൈ ചെയ്യണം. രണ്ടിലും ഒരുപോലെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഈ ടൈല് ഫ്ലോറിലേക്ക് ഫിക്സ് ചെയ്യാണ്. ഫിക്സ് ചെയ്ത ശേഷം അതിന് മുകളിൽ ഒരു വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ട് വൈബ്രേഷൻ കൂടെ ചെയ്യണം. അപ്പോഴാണ് ഇത് പ്രോപ്പർ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത്. ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ നല്ല ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് വൈബ്രേറ്റർ ഉപയോഗിച്ച് വൈബ്രേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു ടൈൽ നമ്മൾ ഫിക്സ് ചെയ്ത ശേഷം അതിൻ്റെ അടുത്ത ടൈൽ വിരിക്കുമ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ സ്പേസർ യൂസ് ചെയ്ത് ടൈൽ എപ്പോക്സി ചെയ്യണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ടൈല് വിരിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള എയർ ഗ്യാപ്പുകൾ നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ടൈല് വിരിച്ച ശേഷം വീടൊക്കെ അടച്ചിടുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എയർ ഗ്യാപ്പുകൾ ഉണ്ടായിട്ട് ടൈല് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ ടൈൽ എപ്പോക്സി ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടൈൽ ഉണ്ടാക്കുന്നത് ഒരു ഹീറ്റിംഗ് പ്രോസസ്സ് വഴിയൊക്കെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കോർണറുകൾ ഒരു ഈവൻ സൈസിലൊക്കെ വന്നാൽ പോലും അതിൻ്റെ സെൻറ്റർ പോർഷൻ ചിലപ്പോൾ കുറച്ച് പുറത്തേക്ക് തള്ളി ബൾജ് ചെയ്തൊക്കെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈലുകൾ ചേർത്തിയിടുമ്പോൾ അതിൽ ചെറിയ അപാകതകൾ അല്ലെങ്കിൽ അണ്ടുലേഷൻസ് ഒക്കെ കാണാം. ഇത് ഒഴിവാക്കാനും ടൈൽ എപ്പോക്സി ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്പേസ് കൊടുത്ത് എപ്പോക്സി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ടൈലിന് ഒരു ചെറിയ ഡാമേജ് വരികയോ അത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റു ടൈലുകൾക്ക് ഇളക്കം തട്ടാതെയും അതിനൊന്നും ഡാമേജ് വരാതെയും ഈ ഒരു പർട്ടിക്കുലർ ടൈലിനെ നമുക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ വലിയ ടൈലുകൾ ഫ്ലോറിലേക്ക് വിരിക്കാൻ. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിൽ പ്രീമിയം ഫിനിഷോട് കൂടി വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്ലോറിങ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുക.